ഹരിശ്രീ ഗണപതി നമ. അവിഘ്നമസ്തു. കുറച്ച് നാളുകളായിട്ട് സുഖമില്ലാതിരിക്കുകയായിരുന്നു. ചാനലൊക്കെ കൈകാര്യം ചെയ്ത സഹോദരനാണ്. നമ്മളിപ്പോൾ പറയുന്നത് ജൂലൈ മാസത്തിലെ രാശിമാറ്റമാണ്. ഇന്ന് പറയുന്നത് മകം, പൂരം, ഉത്രം 3 നാളുകളാണ്. മകനക്ഷത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഇപ്പോൾ സമയം ജീവിതത്തിൻ്റെ പാതയിലാണ്. ഇപ്പോഴത്തെ ജീവിതം വികസനത്തിൻ്റെ പാതയിലാണ്. തടസ്സങ്ങൾ ഒക്കെ നമുക്ക് നിസ്സാരമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു കരുത്ത് കിട്ടുന്നൊരു സമയമാണ്. വിദേശത്ത് പഠനം അല്ലെങ്കിൽ ജോലി സംബന്ധിച്ച് യാത്ര ആഗ്രഹിക്കുന്നവർക്കൊക്കെ അതിനുള്ള അവസരം കൈവരും. പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിൽ നിന്നും അനുമതിയൊക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ അത് ലഭിക്കും. ജന്മരാശിയിലുള്ള പാപഗ്രഹ സഞ്ചാരം ചിലപ്പോൾ അനാരോഗ്യത്തിന് കാരണമായേക്കാം. ജീവിതശൈലി രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിനിപ്പോൾ ഈ കർക്കിടക മാസം ആകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. പ്രതിരോധശേഷിയൊക്കെ കുറയും. അപ്പോൾ അതൊക്കെ ഉണ്ടാകും. അപ്പോൾ ആവശ്യമായ ആരോഗ്യ പരിശോധനകളൊക്കെ നടത്തുക. അനാവശ്യമായിട്ടൊരു ഉത്കണ്ഠ ഉണ്ടാകും, അതൊന്നും വേണ്ട. പിന്നെ 11-ാം ഇടത്തിലെ വ്യാഴം സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ നീക്കും. വരുമാനം ഒക്കെ നല്ലതുപോലെ ഉണ്ടാകും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾക്കൊക്കെ എടുക്കാനുള്ളൊരു സമയമാണിപ്പോൾ. ഇനി പൂരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്വപ്നങ്ങൾ വേറെ, യാഥാർത്ഥ്യങ്ങൾ വേറെ അല്ലേ, രണ്ടും കൂടി പൊരുത്തപ്പെടാൻ നന്നേ ക്ലേശിക്കും. തൊഴിലൊക്കെ തേടുന്നവർക്ക് അവസരങ്ങളൊക്കെ കൈവരും. നിലവിലെ ഉള്ള തൊഴിലിൽ പിടിച്ചു നിൽക്കുക. അതോടൊപ്പം തന്നെ പുതിയ അവസരങ്ങൾ കൈവരും. ധനപരമായി നേരിട്ടിരുന്ന അവസ്ഥയ്ക്കൊക്കെ പരിഹാരമുണ്ടാകും. സ്വന്തം സ്ഥാപനത്തിൽ നിന്നൊക്കെ നല്ല വരുമാനം കിട്ടാൻ തുടങ്ങുന്നൊരു സമയമാണ്. വ്യാപാരത്തിലും പുരോഗതി ഉണ്ടാകും. വിദ്യാഭ്യാസപരമായിട്ടൊക്കെ നല്ല ഉയർച്ചയാണ് കാണുന്നത്. ഒരു നക്ഷത്രത്തിലും പാപഗ്രഹ യോഗം ഉള്ളതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനിടയുണ്ട്. അതേ ഇനിയിപ്പോൾ എല്ലാ നാളുകൾക്കും ഉണ്ടാവും. വൈദ്യസഹായം ഒരിക്കലും ഒഴിവാക്കരുത്. മാനസിക പിരിമുറുക്കം, ഉറക്കക്കുറവൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും. അപ്പോൾ അതൊക്കെ ഒന്ന് തരണം ചെയ്ത് പോകുക. ഈശ്വരചിന്ത എപ്പോഴും ഉണ്ടാകുക. പ്രാർത്ഥനയ്ക്കൊക്കെ സമയം കണ്ടെത്തണം. ഇനി ഉത്തര നക്ഷത്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ആദിത്യൻ അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തൊഴിൽ മേഖല ഗുണകരമായിരിക്കും. മേലധികാരികളുടെ പ്രശംസയ്ക്കൊക്കെ പാത്രമാകും. നേരത്തെ ജോലി ചെയ്ത അതിന് അവകാശങ്ങളും എന്തെങ്കിലും സാമ്പത്തികമൊക്കെ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ ഇപ്പോൾ കിട്ടുന്നൊരു സമയമാണ്. ഇപ്പോൾ കിട്ടാൻ സാധ്യതയുണ്ട്. സാങ്കേതിക വിഷയങ്ങൾ പഠിക്കുന്നവർക്കൊക്കെ നല്ല സമയമാണ്. നല്ല സന്ദർഭമൊക്കെ ഉണ്ടാകും അതിന്. ചിങ്ങക്കൂറുകാർക്ക് പാപഗ്രഹ യോഗമുണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കം സൃഷ്ടിക്കും. ഇടയ്ക്കിടയ്ക്ക് മനസ്സിന് ചാഞ്ചല്യമൊക്കെ ഉണ്ടാകും. കന്നിക്കൂറുകാർക്കൊക്കെ നല്ല സമയമാണ്. സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ പിന്തുണ കരുത്തായിട്ട് വരും. ചില ചിലവുകളിലൊക്കെ ഏർപ്പെടും. അനാവശ്യമായിട്ടുള്ള വ്യവഹാരങ്ങളിലും അത്രയ്ക്ക് നല്ലൊരു സമയമല്ല വ്യവഹാരങ്ങൾ ഈ ഒരു മാസം. തീർത്ഥാടനത്തിനൊക്കെ പോകാനുള്ളൊരു സമയം കാണുന്നുണ്ട്. പിന്നെ എല്ലാവരും ഒക്കെ ദൈവത്തിലൊക്കെ വിശ്വസിക്കുക നന്നായിട്ട്. കാരണം ഈ ഒരു മാസം നമുക്ക് വല്ലാത്തൊരു മാസമാണ് ഈ കർക്കിടകം എന്ന് പറയുന്നത്. കർക്കിടകം ഇപ്പം നാളെ കഴിഞ്ഞ് തുടങ്ങുകയാണ്, മറ്റന്നാൾ. നമ്മളുടെ പ്രതിരോധശേഷിയൊക്കെ കുറയും. അസുഖങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മിതമായിട്ടുള്ള ആഹാരക്രമം നിങ്ങൾ ചിട്ടയാക്കുക. ഒരു മാസം കഴിവതും പച്ചക്കറികൾ കഴിക്കുക. ഈശ്വരചിന്ത എപ്പോഴും നല്ലതാണ്. അമ്പലങ്ങളൊക്കെ സന്ദർശിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരാൾക്കും നന്ദി, നമസ്കാരം.